തിരുവനന്തപുരത്ത് ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ, മാവേലിക്കരയിൽ കൊടുക്കുന്നൽ സുരേഷ്, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, ആലപ്പുഴയിൽ KC വേണുഗോപാൽ, കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ്, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, എറണാകുളത്ത് ഹൈബി ഈഡൻ, ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ, തൃശൂരിൽ K മുരളീധരൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, പാലക്കാട്ട് VK ശ്രീധരൻ, പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി, മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ, കോഴിക്കോട്ട് MK രാഘവൻ, വടകരയിൽ ഷാഫി പറമ്പിൽ, കണ്ണൂരിൽ K സുധാകരൻ, കാസർഗോട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ, പിന്നെ വയനാട്ടിൽ കേരളത്തിന്റെ ഇന്ത്യയുടെ സ്വന്തം രാഹുൽ ഗാന്ധി. ഇവർ മത്സരിക്കുന്നത് ഇന്ത്യയെ വീണ്ടെടുക്കുവാൻ വേണ്ടി, ചിഹ്നം നിലനിർത്തുവാനും വർഗീയത നിലനിർത്തുവാൻ വേണ്ടിയിട്ടല്ല. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്തെ വിഭജിച്ചവർക്കും, പെൺകുട്ടികളെ മതത്തിന്റെ പേരിൽ പിച്ചു ചീന്തിയവർക്കും, ഫാഷിസത്തിനെതിരെ സംസാരിച്ചവരെ വെടിവെച്ചു കൊന്നവർക്കും, കർഷകന്റെ നേർക്ക് വാഹനം ഓടിച്ചു കയറ്റിയവർക്കും സംരക്ഷണമേകുന്ന കേന്ദ്ര സർക്കാർ 2 കോടി തൊഴിലവസരം വെച്ച് പ്രതിവർഷവും ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപയും നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി പറ്റിച്ചവർക്ക് ഈ വോട്ടില്ല. വെള്ളക്കരം വർദ്ധിപ്പിച്ച, വീട്ടുകരം വർദ്ധിപ്പിച്ച, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച, ബസ് ചാർജ് വർദ്ധിപ്പിച്ച, മലയാളിക്ക് പെൻഷൻ കൊടുക്കാത്ത, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാത്ത, നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ സാർവത്രികമാക്കിയ, വിലക്കയറ്റത്തെ അതിരൂക്ഷമാക്കിയ, പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിച്ച, കസ്റ്റഡി മരണം ഒരുപാടുണ്ടാക്കിയ, സിദ്ധാർത്ഥനെ പോലുള്ള വിദ്യാർത്ഥികളെ കൊന്നൊടുക്കിയവരെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഇടതനും വോട്ടില്ല.